ഇന്ത്യയുടെ ആകാശങ്ങളിൽ റഷ്യൻ മുദ്രയുടെ ഉറപ്പ് സംജാതമാവുകയാണ്. ചരിത്രപ്രധാനമായ തീരുമാനത്തിന് നിദാനമാകുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറാണ്. ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യയിലെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനും ഇന്ത്യയിൽ SJ-100 യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ധാരണാപത്രം ചരിത്രപ്രധാനമായ ഒന്നാണ്. ഈ കരാർ പ്രകാരം ആഭ്യന്തര ഉപയോഗത്തിനായി SJ-100 നിർമ്മിക്കാനുള്ള അവകാശം ഇന്ത്യക്ക് ലഭിക്കും. ഇന്ത്യയിൽ ഒരു സമ്പൂർണ്ണ യാത്രാ വിമാനം നിർമ്മിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇതോടെ യൂറോപ്യൻ കമ്പനിയായ എയർബസ്, US കമ്പനിയായ ബോയിങ് എന്നിവ ദീർഘകാലമായി ആധിപത്യം പുലർത്തിയിരുന്ന ആഗോള സിവിൽ ഏവിയേഷൻ വിപണിയിലേക്ക് ഇന്ത്യ പ്രവേശിക്കുന്നു എന്ന അർത്ഥം കൂടിയുണ്ട് ഈ കരാറിന്. റഷ്യൻ രൂപകൽപ്പനയിലുള്ള യാത്രാ വിമാനം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള വഴിയാണ് ഈ ധാരണ തുറന്നിരിക്കുന്നത്. മോസ്കോയിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം HAL സുഖോയ് സൂപ്പർജെറ്റ് 100 എന്ന ഇരട്ട എഞ്ചിനുകളുള്ള റീജിയണൽ ജെറ്റ് ഇന്ത്യയിൽ അസംബിൾ ചെയ്യാൻ കഴിയും. ചെറുദൂര സർവീസുകൾക്ക് അനുയോജ്യമായ ഈ വിമാനത്തിന്റെ നിർമ്മാണം ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കം ആകുമെന്നാണ് കരുതുന്നത്. ഇന്ത്യയിലെ സിവിൽ എയർക്രാഫ്റ്റ് നിർമ്മാണത്തിലേക്ക് HAL വീണ്ടും കടക്കുന്നു എന്ന ചരിത്ര നിമിഷം കൂടിയാണിത്. 1961 ആരംഭിച്ച് 1988 അവസാനിച്ച ARVO HS-748 വിമാന നിർമ്മാണത്തിന് ശേഷം ഇന്ത്യയുടെ വാണിജ്യ വിമാന നിർമ്മാണം പൂർണ്ണമായും ബോയിങ്, എയർബസ് തുടങ്ങിയ വിദേശ കമ്പനികളെയാണ് ആശ്രയിച്ചിരുന്നത്. സുഖോയ് സൂപ്പർജെറ്റിന്റെ നിർമ്മാണം ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണെന്ന് HAL പറയുന്നു. ആത്മനിർഭർ ഭാരത് സ്വപ്നത്തിന്റെ ഭാഗമായി സിവിൽ ഏവിയേഷൻ മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്കുള്ള വലിയ ചുവടുവെപ്പായി ഇതിനെ കാണാം. നിലവിൽ 200-ലധികം സുഖോയ് സൂപ്പർജെറ്റുകളാണ് ലോകമെമ്പാടുമുള്ള 12-ലധികം എയർലൈൻസുകൾ മുഖേന ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആഭ്യന്തര പറക്കലിന് തയ്യാറാകുമ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ ജെറ്റ് വിമാനങ്ങൾ ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി സേവനം ലഭിക്കാത്ത മേഖലകളിലേക്കുള്ള ചെറിയ ദൂര വിമാന സർവീസുകൾക്കായി ഉപയോഗിക്കാനും കഴിഞ്ഞേക്കും. റഷ്യയുമായുള്ള ഈ പങ്കാളിത്തം ഇന്ത്യയുടെ ആഭ്യന്തര വ്യോമയാന വിപണിയിലും തൊഴിൽ രംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ കരുതുന്നു. അടുത്ത 10 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യക്ക് 200-ലധികം റീജിയണൽ ജെറ്റുകളുടെ ആവശ്യകതയുണ്ടാകുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഉക്രൈനുമായി യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യ പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുമ്പോഴാണ് ഈ കരാർ നടപ്പിലാക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ കരാറിലൂടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ സഹകരണം ഇരു രാജ്യങ്ങളുടെയും വ്യോമയാന മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകുമെന്ന് തന്നെ കരുതാം.